ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ലേൺ വിത്ത് SRG. അപ്പോൾ നമ്മളിത് നോക്കാൻ പോകുന്നത് നമ്മുടെ 2025 CGL എക്സാം അല്ലെ. നമുക്ക് ഈ വരുന്ന മാസം തന്നെ, നമുക്ക് ഈ വരുന്ന മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് CGLൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി തന്നെ നമുക്ക് GK സബ്ജക്റ്റുകൾ നമുക്ക് നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ നമ്മുടെ ഹിസ്റ്ററിയുടെ മൂന്നാമത്തെ സീരീസിലേക്കാണ് നമ്മൾ പോകുന്നത്, ഹിസ്റ്ററിയുടെ മൂന്നാമത്തെ സീരീസ്. അപ്പോൾ ഈ സീരീസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ട്. ഹിസ്റ്ററിയുടെ തന്നെ ആദ്യത്തെ 2 പാർട്ട് നിങ്ങൾ കാണുക. നമ്മൾ കഴിഞ്ഞ വർഷത്തെ CGL എക്സാമിൻ്റെ ചോദ്യങ്ങളാണ് ഇതിൽ ചെയ്തത്. ഈ തവണ നമ്മൾ ചെയ്യാൻ പോണത് 2023 CGL ചോദിച്ച 10 ക്വസ്റ്റ്യനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് നോക്കാൻ പോകുന്നത്. 2023 ഓക്കെ. സോ നമുക്ക് പോയാലോ. നമ്മുടെ ഫസ്റ്റ് ചോദ്യം, വാട്ട് ഈസ് ദി ഏൻഷ്യൻ്റ് നെയിം ഓഫ് ജലം? ജലത്തിൻ്റെ ഏൻഷ്യൻ്റ് നെയിം ഏതാണ്? നമുക്ക് ഈ 2024 ഇതിനൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? നമ്മുടെ കഴിഞ്ഞ CGL ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. നമ്മുടെ ഈ ജലത്തിൻ്റെ ഏൻഷ്യൻ്റ് നെയിം എന്ന് പറയുന്നത് ഇത് നമ്മുടെ വേദകാലഘട്ടത്തിൽ സപ്തസിന്ധു അതിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ. നമ്മുടെ ഈ വർഷവും CGL ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നല്ലേ, സപ്തസിന്ധുവിൽ പെടാത്ത നദികൾ ആരൊക്കെ? സപ്തസിന്ധുക്കൾ ആരൊക്കെയാണ്? 7 നദികൾ. ആരൊക്കെ? ഇൻദസ് അല്ലേ, സംസ്കൃതത്തിൽ സിന്ധു. രണ്ടാമത്തെ നമ്മുടെ സരസ്വതി. പിന്നെ നമ്മുടെ പഞ്ചനദികൾ ആരൊക്കെ? ചിനാബ് അല്ലേ, ചിനാബ്. ആര്? അസ്കിനി. പരുഷ്ണി. ആരാ പരുഷ്ണി? രവി. പരുഷ്ണി. വിദാസ്ത. ആരാ വിദാസ്ത? ജലം. വിദാസ്ത. വിഭാഷ്. ബിയാസ് അല്ലെ. ഈ ഒരാളുടെ കൂടെ ഉണ്ട് നമ്മുടെ 7ാമത്തെ റിവർ. ആരാ? സത്ലജ്. ആരാ? സുദുത്രി. ആരാണ്? സുഷുദ്രി അഥവാ സുദുത്രി അല്ലെ. സോ 2023 ചോദിച്ചു, 2024 ചോദിച്ചു. സോ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, നോട്ട് ചെയ്ത് പഠിക്കുക. 2025 ഒരു പക്ഷേ ചോദിക്കുമായിരിക്കും കേട്ടാ. നമുക്കിനി 2022 പോകണം. അടുത്തിന് 2022 എത്തുമ്പോൾ അറിയാം 2022 ചോദിച്ചിട്ടുണ്ടോ ഇല്ലയെന്ന്. 2023 നമ്മൾ കണ്ടു ഈ ക്വസ്റ്റ്യൻ. 2024 നമ്മൾ കഴിഞ്ഞ സീരീസിൽ ചെയ്തതാണ് സപ്തസിന്ധുവിൽ പെടാത്തതാരെന്ന്. ഓക്കെ. സോ ഈ തവണ ആ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് അടിച്ച് ചോദിച്ചിട്ടുണ്ട്. സോ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. സപ്തസിന്ധു ആരൊക്കെയാണ്? കൃത്യമായി എന്ത് ചെയ്യുക, അത് പഠിച്ചു വെക്കുക കേട്ടോ. നമ്മളിതിൽ ആക്ച്വലി നമുക്ക് കോഡൊക്കെ ഉണ്ടല്ലേ നമ്മൾ പഠിക്കുന്നത്. ഇപ്പോൾ നമ്മൾ രവി നമ്മളിങ്ങനെ ഓർത്തത് രവി നദി. രവി ഒരു പുരുഷന്റെ പേരാണ്. പരുഷ് അങ്ങനെ ഓർത്താൽ മതി അല്ലേ. പുരുഷൻ. രവി ഒരു പുരുഷനാണ്. പരുഷ്. പിന്നെ വിഭാസ് ആ പേര് തന്നെ, വിഭാസ് അല്ല, ബിയാസ്. പിന്നെ നമ്മുടെ സത്ലജിന് ആദ്യത്തെ 3 ലെറ്റർ എന്താ? SUT. സുദുത്രി വരുമ്പോഴും SUT അല്ലെങ്കിൽ സുഷുദ്രി എന്നായിരിക്കും. ചിലപ്പോൾ SH കാണും, സുഷുദ്രി അഥവാ സുദുത്രി. സോ SUT അത് വെച്ച് പിടിച്ചാൽ മതി. ബാക്കി 2 പേരും അസ്കിനി, ചിനാബ്, വിദസ്ത ജലം എന്ന് പഠിച്ചാൽ മതി. സോ ഓക്കെ, ഇവരാണ് നമ്മുടെ 7 നദി. ആര്? സപ്ത സിന്ധുക്കൾ. ഓക്കെ. ദെൻ അടുത്ത ക്വസ്റ്റിലോട്ട് പോയാലോ. നമ്മുടെ അടുത്ത ചോദ്യം, ഹൂ എമംഗ് ദ ഫോളോയിങ് വാസ് ദി ഫൗണ്ടർ ഓഫ് ടൈഗർ ലീജിയൻ ഓർ ഫ്രീ ഇന്ത്യ ലീജിയൻ? ഓക്കെ, വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒരു നല്ല ചോദ്യമാണ്. നമുക്ക് നല്ല പരിചയമുള്ള ഒരാളാണ് ഇതിൻ്റെ ഫൗണ്ടർ. ഫ്രീ ഇന്ത്യൻ ലീജിയൻ അഥവാ ടൈഗർ ലീജിയൻ നമ്മുടെ സുഭാഷ് ചന്ദ്ര ബോസ് ആണ്. ഈ സംഘടനയുടെ സ്ഥാപകൻ. ടൈഗർ ലീജിയൻ അഥവാ ഫ്രീ ഇന്ത്യ ലീജിയന്റെ സ്ഥാപകൻ ആരാണ്? സുഭാഷ് ചന്ദ്ര ബോസ്. നമുക്ക് സുഭാഷ് ചന്ദ്ര ബോസിന്റെ തന്നെ ഒരു പൊളിറ്റിക്കൽ പാർട്ടി അറിയാം നമ്മളെ. പ്രീവിയസ് ഇയർ ആണ് നമ്മുടെ ഈ വർഷം അല്ലേ. നമ്മുടെ ഇതിപ്പം 2023 സുഭാഷ് ചന്ദ്ര ബോസിന് ചോദിച്ച ചോദ്യമാണല്ലേ. 24 കഴിഞ്ഞ CGL ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അല്ലേ. സുഭാഷ് ചന്ദ്രന്റെ ബുക്ക് ചോദിച്ചു. ഏത്? ദ ഇന്ത്യൻ സ്ട്രഗിൾ അല്ലേ. ഇപ്പൊ നമ്മുടെ കഴിഞ്ഞ CGL ചോദിച്ചു സുഭാഷ് ചന്ദ്ര ബോസിന്റെ ബുക്ക് ദ ഇന്ത്യൻ സ്ട്രഗിൾ. അതുപോലെ സുഭാഷ് ചന്ദ്ര ബോസിന്റെ പൊളിറ്റിക്കൽ പാർട്ടിയും 2024 CGL ചോദിച്ചു. ഏതാടാ? ഫോർവേഡ് ബ്ലോക്ക് അല്ലെ. ഏത് വർഷം? 1939. സോ സുഭാഷ് ചന്ദ്ര ബോസ് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരാളാണ്. അദ്ദേഹത്തെ പറ്റിയുള്ള കാര്യങ്ങൾ കൃത്യമായി പഠിച്ചു വെക്കുക. കാരണം 23, 24 അദ്ദേഹത്തെ പറ്റി ക്വസ്റ്റ്യൻ ചോദിച്ചു. 25 അദ്ദേഹത്തെ പറ്റി ഉറപ്പായിട്ടും എന്ത് വരും? ഒരു ക്വസ്റ്റ്യൻ വരും കേട്ടോ. സോ കൃത്യമായും അദ്ദേഹത്തെ പറ്റിയുള്ള കാര്യം പഠിച്ചു വെക്കുക. അതിൽ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ പാർട്ടി, ഫോർവേഡ് ബ്ലോക്ക് ഏത് വർഷം? 1939. അതിന്റെ ബുക്ക് ദ ഇന്ത്യൻ സ്ട്രഗിൾ എന്ന് പറയുന്ന ബുക്ക് ആരുടെയാ? സുഭാഷ് ചന്ദ്ര ബോസിന്റെ ബുക്കാണ്. സോ ഈ വർഷവും സുഭാഷ് ചന്ദ്ര ബോസിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാൻ പറ്റും? പ്രതീക്ഷിക്കാൻ പറ്റുന്നൊരു ചോദ്യം വരുന്നതാണ്. അതുപോലെ സുഭാഷ് ചന്ദ്ര ബോസ് INC പ്രസിഡന്റ് ആയത് 2 വട്ടമാണ് അല്ലേ.
1938 അതാ ഹരിപുര സെഷനും 1939 സെഷൻ ത്രിപുരി സെഷൻ. അങ്ങനെ 2 സെഷനിൽ അല്ലെ, ഹരിപുരയും ത്രിപുരിയും, അങ്ങനെ 2 സെഷനിലാണ് നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ് INCയുടെ ആരായിട്ടുള്ളത്, പ്രസിഡന്റ് ആയിട്ടുള്ളത് കേട്ടോ. 2 സെഷൻ, ഹരിപുര ത്രിപുരി. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ. നമ്മുടെ അടുത്ത ചോദ്യം, ഹൂ എമംഗ് ദ ഫോളോയിങ് വാസ് ഡിഫീറ്റഡ് ഇൻ ദ ബാറ്റിൽ ഓഫ് ചന്ദേരി ഇൻ 1528? നല്ലൊരു ചോദ്യമാണ് ഇത്. ആക്ച്വലി 23-ലാണ്, 2024-ലും ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അല്ലേ. കഴിഞ്ഞ CGL എക്സാമിനും ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതായത് നമുക്കറിയാം ഈ ചന്ദേരി യുദ്ധം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ബാബർ നടത്തിയ ഇന്ത്യയിലെ 4 യുദ്ധങ്ങൾ അല്ലേ. ബാബർ നടത്തിയ 4 യുദ്ധമാണ്. അത് PKCG എന്ന് വേണം പഠിച്ചു വെക്കാൻ കേട്ടോ. അതായത് 1527 P, 1528 K, 1529 C, 1830 G. അതായത് P4 എന്താണെന്നറിയോ? ഫസ്റ്റ് പാനിപത്ത്, 1-ാം പാനിപത്ത് യുദ്ധം. K4 ബാറ്റിൽ ഓഫ് കൻവ. C4 ബാറ്റിൽ ഓഫ് ചന്ദേരി. G4 ബാറ്റിൽ ഓഫ് ഗാഗ്ര. ഇതാണ് ഈ 4 യുദ്ധം കേട്ടോ. ഈ 4 യുദ്ധവും ചെയ്തത് നമ്മുടെ ബാബറാണ് കേട്ടോ. ബാബർ ചെയ്ത 4 യുദ്ധങ്ങളാണ് കേട്ടോ. ബാബർ ചെയ്ത 4 യുദ്ധമാണ് ഏത്? PKCG. ഏതൊക്കെ? പാനിപ്പത്ത്, കൻവ, ചന്ദേരി, ഗാഗ്ര. 4 യുദ്ധവും ചെയ്തത് ആരാണ്? നമ്മുടെ ബാബർ ചെയ്ത 4 യുദ്ധം. പാനിപ്പത്ത്, കൻവ, ചന്ദേരി, ഗാഗ്ര. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, ഓപ്പോസിറ്റ് ആളെ കൃത്യമായി പഠിച്ചു വെക്കുക. 1-ാം പാനിപ്പത്തിൽ ബാബറിന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ആരാ? ഇബ്രാഹിം ലോധിയാണ് അല്ലെ. ഡൽഹിയിലെ ലാസ്റ്റ് സുൽത്താൻ ആരാ? ഇബ്രാഹിം ലോധി, 1-ാം പാനിപ്പത്ത്. കൻവയാണെങ്കിലോ ആരാ? റാണ സംഗ അല്ലെ, റാണ സംഗ. ചന്ദേരിയോ ബാബറിന്റെ ഓപ്പോസിറ്റ് മേദനി റായ്. ആരാണ്? മേദനി റായ്. ഗാഗ്ര യുദ്ധം ബാബറിന്റെ ഓപ്പോസിറ്റ് മുഹമ്മദ് ലോധി. ആരാണ്? മുഹമ്മദ് ലോധി കേട്ടോ. ഈ ക്വസ്റ്റ്യൻ ഇപ്പൊ ചോദിച്ചോട്ടെ. 2024 CGL ഉണ്ടായിരുന്നു. റാണ സംഗയും മേദിനി റായി മുഹമ്മദ് ലോധിയുമായി യുദ്ധം ചെയ്ത മുഗൾ എംപറർ ആര്? ബാബർ. ഈ വർഷവും ചോദിച്ചു 24-ലും. ഉറപ്പാറ്റും ഇതിൽ ഒരു ക്വസ്റ്റ്യൻ, ഇതിൽ ഏതെങ്കിലും ഒരു യുദ്ധം അല്ലെങ്കിൽ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു ടൈപ്പ്, ചിലപ്പോൾ വർഷമായിരിക്കാം, ചിലപ്പോൾ ആരൊക്കെ തമ്മിലായിരിക്കാം, ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാറ്റും 2025-ന്റെ CGLന്റെ ടയർ 1-ൽ ഉറപ്പാറ്റും നമുക്കൊരു ക്വസ്റ്റ്യൻ ഒരു ഷിഫ്റ്റിൽ എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം. ഉറപ്പായിട്ടും ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ള ചോദ്യങ്ങളാണ്. ഓക്കെ, ദെൻ അടുത്തതിലോട്ട് പോയാലോ. അടുത്തത്, വിച്ച് ചൈനീസ് ട്രാവലർ വിസിറ്റ് ഇന്ത്യ ഡ്യൂറിങ് ദ റീൻ ഓഫ് ഹർഷവർദ്ധൻ? ഓക്കെ, നല്ലൊരു ചോദ്യമാണ്. ഹർഷവർദ്ധന്റെ കൊട്ടാരം വിസിറ്റ് ചെയ്ത ചൈനീസ് ട്രാവലർ ആരാണ്? നമ്മുടെ ഈ 2020, ഇതിപ്പം 23, നമ്മുടെ 24-ലെ CGL-ലും ഹർഷവർദ്ധനെ റിലേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അല്ലെ. ഹർഷവർദ്ധന്റെ ബുക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഹർഷവർദ്ധന്റെ അല്ലെ, ഹർഷവർദ്ധൻ എഴുതിയ 3 ബുക്കാണ് ഏത്? നാഗനന്ദ, ദെൻ പ്രിയദർശിക, ദെൻ രത്നാവലി അല്ലെ. അദ്ദേഹത്തിന്റെ 3 ബുക്കുകളാണ്, 3 സംസ്കൃത ബുക്കുകളാണ്. അത് ഏത് ലാംഗ്വേജാ? സംസ്കൃതം. 3 സംസ്കൃത ബുക്കുകളാണ്. അപ്പൊ അദ്ദേഹത്തെ പറ്റിയുള്ള ചോദ്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയി ചോദിക്കുന്നുണ്ട്. സോ ഹർഷവർദ്ധൻ നോട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ ചോദിക്കുന്ന ഹർഷവർദ്ധന്റെ കൊട്ടാരം വിസിറ്റ് ചെയ്ത ചൈനീസ് ട്രാവലർ ആര്? നമുക്കറിയാം, അത് നമ്മുടെ ആരാടാ? നമ്മുടെ ഓപ്ഷൻ ബി ഹൊയാങ് സാങ് ആണ് അല്ലേ. ഹർഷവർദ്ധന്റെ കൊട്ടാരം വിസിറ്റ് ചെയ്ത ചൈനീസ് ട്രാവലർ ആരാണ്? ഹൊയാങ് സാങ് ആണ്. ഹൊയാങ് സാങ് ആണ് ഹർഷവർദ്ധന്റെ കോർട്ട് എന്ത് ചെയ്ത് വിസിറ്റ് ചെയ്ത ചൈനീസ് ട്രാവലർ എന്ന് പറയുന്നത്. ആരാണ്? ഹൊയാങ് സാങ് ആണ്. സോ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, എക്സാം സീരീസിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇതെന്ന് കേട്ടോ. നോട്ട് ചെയ്യുക. ഹർഷവർദ്ധനെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നമുക്ക് എന്ത് ചെയ്യാം, ഉറപ്പാറ്റും അതായത് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരാളാണ് ആര്? നമ്മുടെ ഹർഷവർദ്ധൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റിലോട്ട് പോയാലോ. അടുത്ത ചോദ്യം, വിജയനഗര എംപയർ കൃഷ്ണദേവരയ്യ ഫൗണ്ടഡ് എ സബ് അർബൻ ടൗൺ നിയർ വിജയനഗര കാൾഡ് നഗലപുരം ആഫ്റ്റർ ഹിസ്. ഓക്കെ, നല്ല ചോദ്യമാണ്. നമ്മുടെ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ അല്ലേ, നമ്മുടെ വിജയനഗരത്തിലെ ഒരു വളരെ ഫേമസ് ആയ ഒരു രാജാവാണ് ആര്? നമ്മുടെ കൃഷ്ണദേവരയ്യ എന്ന് പറയുന്ന റൂളർ അല്ലേ. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മുടെ ഒരുപാട് എക്സാം ചോദിച്ചിട്ടുണ്ട്. അപ്പം അദ്ദേഹം ബിൽഡ് ചെയ്തൊരു സിറ്റിയാണ് നഗലപുരം. നമ്മുടെ കർണാടകയിൽ ഹംപിക്കടുത്ത, ഈ വിജയനഗരത്തിൻ്റെ ക്യാപിറ്റൽ ഏതാ? ഹംപിയാണ്. ഹംപിക്കടുത്ത്
ഉള്ള ഒരു വില്ലേജ്, ഒരു ഗ്രാമമാണ് നഗരപുരം. അന്നത്തെ ഒരു പ്രധാനപ്പെട്ട സിറ്റിയാണ്. അത് രൂപീകരിച്ചത്, അത് ഫൗണ്ട് ചെയ്ത ആരാ? കൃഷ്ണദേവരയ്യ. അത് ആരുടെ ഓർമ്മയ്ക്കാണ് അദ്ദേഹം അത് ഉണ്ടാക്കിയെന്നാണ്. സോ അത് അദ്ദേഹം ഉണ്ടാക്കിയത് അദ്ദേഹത്തിൻ്റെ അമ്മയുടെ സ്മരണയ്ക്കാണ്. കാരണം അദ്ദേഹത്തിൻ്റെ അമ്മയാണ് നാഗാംബ. നാഗാംബയുടെ ഓർമ്മയ്ക്കാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? നഗലപുരം എന്ന് പറയുന്ന ഒരു നഗരം, അദ്ദേഹത്തിൻ്റെ അമ്മയാണ് കേട്ടോ, അദ്ദേഹത്തിൻ്റെ അമ്മയുടെ ഓർമ്മയ്ക്കാണ് അദ്ദേഹം എന്ത് നഗലപുരം എന്ന് പറയുന്ന ഒരു സിറ്റി ബിൽഡ് ചെയ്തത്. സോ ആൻസർ ഓപ്ഷൻ സി ആണ്. കൃഷ്ണദേവരയ്യ നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹം വിജയനഗരത്തിലെ തുളുവ വംശത്തിലെ ഒരു രാജാവാണ് അല്ലേ? വിജയനഗരം അല്ലേ? വിജയനഗരത്തിലെ 4 വംശങ്ങളുണ്ടല്ലേ? ആരൊക്കെ? സംഗമ, രണ്ടാമത്തത് സാലുവ, മൂന്നാമത്തത് തുളുവ, നാലാമത്തത് അരവിഡു. അങ്ങനെ ഈ വംശത്തിലെ തുളുവ വംശത്തിലെ രാജാവാണ് ആര്? നമ്മുടെ കൃഷ്ണദേവരയ്യ അല്ലെ? കൃഷ്ണദേവരയ്ക്ക് വളരെ ഫേമസ് ആയ ഒരു കോർട്ടുണ്ട്. കോർട്ടിന്റെ പേരെന്താണ്? അഷ്ട ദിഗജാസ് അല്ലെ? ആരുടെ കോർട്ടാണ് അഷ്ടദിഗജങ്ങൾ എന്ന് ചോദിച്ചാൽ അഷ്ടദിഗജങ്ങൾ ആരുടെ കോർട്ടാ? കൃഷ്ണദേവരയ്യയുടെ കോർട്ടിന്റെ പേരാണെന്ത്? അഷ്ടദിഗജങ്ങൾ അല്ലെ? അപ്പോൾ അതില് വളരെ എന്താണ് ഫേമസ് ആയ ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ തെന്നാലി രാമൻ കേട്ടോ. ഈ അഷ്ടദിഗജങ്ങളിൽ കൃഷ്ണയുടെ കോർട്ടിൽ ഉണ്ടായിരുന്ന വളരെ ഫേമസ് ആയ ആളാണ് ആര്? നമ്മുടെ തെന്നാലി രാമൻ. അഷ്ടദിഗജങ്ങൾ ആരുടെയാണ്? കൃഷ്ണദേവരയ്യ കേട്ടോ. വിജയനഗരം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, സ്ഥിരമായ എക്സാമിൽ ചോദിക്കുന്നതാണ് വിജയനഗരം. ആരാ വിജയത്തിന്റെ സ്ഥാപകരാരൊക്കെയാ വിജയനഗരം? അത് ഹരിഹര ബുക്ക അല്ലെ? ഹരിഹര ബുക്ക. ഏത് വർഷം? 1336. വർഷം നോട്ട് ചെയ്യുക, ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. 1336 വിജയനഗര സാമ്രാജ്യം എന്ത് ചെയ്യുന്നത്? രൂപീകരിച്ച വർഷം കേട്ടോ. സോ നമുക്ക് സ്ഥിരമായി ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ്, നോട്ട് ചെയ്യുക. ദെൻ അടുത്ത സ്ലോട്ട് പോയാലോ? അടുത്ത ചോദ്യം, ഹു ഇസ് ദ ഓഥർ ഓഫ് താരിഖ് ഐ ഫിറോസ് ഷാഹി? ഓക്കെ, ഒരു ഇമ്പോർട്ടൻറ്റ് ബുക്കാണ്. നമ്മുടെ ഫിറോസ് ഷാ തുഗ്ലക്കിൻ്റെ, നമ്മുടെ ഡൽഹി സുൽത്താനായ ഫിറോസ് ഷാ തുഗ്ലക്കിൻ്റെ ബയോഗ്രാഫിയാണ് താരിഖ് ഐ ഫിറോസ് ഷാ ഷാഹി. അത് എഴുതിയത് അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലെ കവിയായ സിയാവുദ്ദീൻ ബാരണി കേട്ടോ. സിയാവുദ്ദീൻ ബാരണി. നമുക്ക് ഈ മിഡീവൽ ഹിസ്റ്ററിയിലെ ബുക്സുകൾ വളരെ പ്രധാനമായി നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ്. കുറേ ബുക്സുകൾ ചോദിക്കും. അപ്പം അൽബർണിയുടെയൊക്കെ തന്നെ വളരെ ഫേമസ് ആയ ബുക്കുകളാണ് കിതാബ് ഉൽ ഹിന്ദ് എന്ന ബുക്ക്. സ്ഥിരം ചോദ്യമാണ്. കിതാബുൽ ഹിന്ദ് ആരെഴുതിയതാണ്? കിതാബുൽ ഹിന്ദ്. അതുപോലെ അമീർ ഖുസ്രുവിൻ്റെ തുഗ്ലക് നാമ ആരെഴുതി? ഹൂ റോട്ട് തുഗ്ലക് നാമ? ആര്? അമീർ ഖുസ്രു. ഇബൻ ബത്തൂത്ത. അതുപോലെ കിതാബ് ഉൽ റഹല, ഇത് ഹിന്ദ്, ഇത് രഹല. കിതാബുൽ രഹല ആരെഴുതിയത്? ഇബൻ ബത്തൂത്ത കേട്ടോ. സോ വളരെ പ്രധാനപ്പെട്ട മിഡിൽ ഹിസ്റ്ററിയിലെ ബുക്സുകളെല്ലാം നോട്ട് ചെയ്യണം. കാരണം മിഡിൽ ഹിസ്റ്ററി നമുക്ക് എന്ത് ചോദിക്കും? ബുക്സ് ആൻഡ് ഓഥർ ചോദ്യം ചോദിക്കാറുണ്ട്. സോ ഇത് നമുക്ക് ചോദിച്ചൊരു ബുക്കാണ് ഫിറോസ് ഷാ തുഗ്ലക്കിൻ്റെ ബയോഗ്രാഫി, താരിഖ് ഐ ഫിറോസ് ഷാഹി. ആരെഴുതിയത്? സിയാവുദ്ദീൻ ബാരണി. ഓക്കെ, ദെൻ അടുത്ത ദിവസത്തിലോട്ട് പോയാലോ? നമ്മുടെ അടുത്ത ചോദ്യം, ഇൻ വിച്ച് ഇയർ വാസ് വെർനാക്കുലർ പ്രസ് ആക്ട് ഇനക്റ്റഡ് ഇൻ ബ്രിട്ടീഷ് ഇന്ത്യ? നല്ലൊരു ചോദ്യമാണ്. അപ്പോൾ എന്താണ് ഈ വെർനാക്കുലർ പ്രസ് ആക്ട് എന്നറിയോ? അതായത് ഇന്ത്യയിലെ പത്രസ്വാതന്ത്ര്യത്തെ നിരോധിച്ചുകൊണ്ട് ഇന്ത്യയിൽ വന്നൊരു നിയമമാണ്. അതായത് ഇന്ത്യൻ ലാംഗ്വേജിലെ പത്രങ്ങളെ ഇന്ത്യയിൽ നിരോധിച്ചുകൊണ്ട് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ മാത്രം ഇന്ത്യയിൽ പത്രങ്ങൾ പബ്ലിഷ് ചെയ്താൽ മതിയെന്നൊരു നിയമമാണ് ഈ വെർനാക്കുലർ പ്രസ് ആക്ട്. ഇത് കൊണ്ടുവന്ന ഇന്ത്യൻ വൈസ്രോയ് എന്ന് പറയുന്നത് ലോർഡ് ലിട്ടൺ പ്രഭു ആയിരുന്നു. അതായത് കൊണ്ടുവന്നത് ലോർഡ് ലിട്ടൺ പ്രഭുവാണ്. വർഷം 1878 കേട്ടോ. 1878 ലോർഡ് ലിട്ടൺ വെർനാക്കുലർ പ്രസ് ആക്ട് ഇന്ത്യയിൽ പാസ് ചെയ്തത് കേട്ടോ. സോ വളരെ പ്രധാനം കേട്ടോ. ഇന്ത്യയുടെ പത്രസ്വാതന്ത്ര്യം നിരോധിച്ചുകൊണ്ടുള്ള നിയമം. ഇതിലൊരു ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. ഈ വെർനാക്കുലർ പ്രസ് ആക്ട് പ്രകാരം ഇന്ത്യയിൽ ബംഗാളി ഭാഷയിൽ പബ്ലിഷ് ചെയ്തുകൊണ്ടിരുന്നൊരു പത്രം പിറ്റേ ദിവസം മുതൽ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ പബ്ലിഷ് ചെയ്യാൻ തുടങ്ങി. അത് ഏത് പത്രവും ചോദിക്കും കേട്ടോ. ഈ ഒരു നിയമപ്രകാരം ഇത് ആക്ച്വലി ഈ പത്രം ബംഗാളി ഭാഷയിലാണ് പബ്ലിഷ് ചെയ്തുകൊണ്ടിരുന്ന, പക്ഷെ വെർനാക്കുലർ ആക്ട് പ്രകാരം ഈ പത്രം പിറ്റേ ദിവസം മുതൽ ഇംഗ്ലീഷിൽ പബ്ലിഷ് ചെയ്യാൻ തുടങ്ങി. അതാണ് അമൃത ബസാർ പത്രിക എന്ന് പറയും. ഏത് പത്രമാണ്? അമൃത ബസാർ പത്രിക. ആരുടെ പത്രം? നമ്മുടെ സിസിർ കുമാർ ഘോഷിൻ്റെ കേട്ടോ. ഈ പത്രത്തിൻ്റെ ഫൗണ്ടർ സിസിർ കുമാർ ഘോഷ് പുറത്തിറക്കിയ ഒരു പത്രമാണ് അമൃത ബസാർ പത്രിക. ഇത് ആക്ച്വലി ബംഗാളി ഭാഷയിലാണ് സിസിർ കുമാർ ഘോഷ് ആരംഭിച്ചത്. പക്ഷേ
ഈ ആക്ട് പ്രകാരം ഈ പത്രം പിറ്റേ ദിവസം മുതൽ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ തുടങ്ങി. സോ ഏത് വർഷമാണ് വെർനാക്കുലർ പ്രസ് ആക്ട്? 1878 ആരാ കൊണ്ടുവന്ന? ലിട്ടൺ പ്രഭുവാണ് ഇത് കൊണ്ടുവന്നത് കേട്ടോ. ഇത് കൊണ്ടുവന്ന ആരാണ്? ലോർഡ് ലിട്ടൺ. ലിട്ടൺ പ്രഭുവാണ് കൊണ്ടുവന്നത് കേട്ടോ. ഇത് ആക്ച്വലി പിൻവലിച്ചത് 1882 1882 ഇത് പിന്നീട് പിൻവലിച്ചത്. ഇത് പിൻവലിച്ചത് ലോർഡ് റിപ്പൺ വൈസ്രോയി ആണ് എന്ത് പിൻവലിച്ചത്? വെർനാക്കുലർ പ്രസ് ആക്ട് പിൻവലിച്ചത്. ഓക്കെ, അടുത്ത ദിവസത്തിലോട്ട് പോയാലോ. നമ്മുടെ അടുത്ത ചോദ്യം, ഹു എമംഗ് ദ ഫോളോയിങ് ലീഡേഴ്സ് ലീഡ് ദി ബർദോളി സത്യാഗ്രഹം? വളരെ പ്രധാനപ്പെട്ട ചരിത്ര പ്രാധാന്യമുള്ള ഒരു സംഭവമാണ് ബർദോളി. നമ്മുടെ ഗുജറാത്തിലെ സൂരറ്റിനടുത്തുള്ള ഒരു സ്ഥലമാണ് ഈ ബർദോളി എന്ന് പറയുന്നത്. ഇത് 1928 നടന്ന ഒരു കർഷക സമരമാണ്. അതായത് ഗുജറാത്തിലെ ബർദോളിയുടെ കർഷകരുടെ നികുതി കൂട്ടുന്നതിനെതിരെ നമ്മുടെ സർദാർ വല്ലഭായി പട്ടേലിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഒരു സമരം. സോ ഹു ലീഡെന്ന് ചോദിച്ചാൽ ബർദോളി. അതാണ് ബർദോളി ഗാന്ധി. ആരാണ് ബർദോളി ഗാന്ധി എന്ന് ചോദിച്ചാൽ ബർദോളി ഗാന്ധി ആരാ? സർദാർ വല്ലഭായി പട്ടേലാണ് കേട്ടോ. ഈ സംഭവത്തിന്റെ വിജയത്തിന് ശേഷം സർദാർ വല്ലഭായി പട്ടേലിന് കിട്ടിയ ഒരു ടാഗ് കൂടിയാണ് സർദാർ കേട്ടോ. അത് ചോദിക്കാൻ കേട്ടോ, ഏത് സമരത്തിന് ശേഷമാണ് വല്ലഭായി പട്ടേലിന് സർദാർ എന്നൊരു പേര് കിട്ടിയത്? സർദാർ വല്ലഭായി പട്ടേൽ ഈ ബർദോളി സത്യാഗ്രഹത്തിന്റെ വിജയത്തിന് ശേഷമാണ് കേട്ടോ. അപ്പൊ അദ്ദേഹത്തെയാണ് ബർദോളി ഗാന്ധി എന്ന് കേട്ടോ. ഏത് വർഷം നോട്ട് ചെയ്യുക കേട്ടോ. ഏത് വർഷമാണ്? 1928 ബർദോളി സത്യാഗ്രഹ നടന്നത്. സോ നോട്ട് ചെയ്യണം കേട്ടോ, ബർദോളി ഗാന്ധി. അടുത്ത ക്വസ്റ്റ്യൻ, ഹു വാസ് ദി പ്രസിഡന്റ് ഓഫ് സെക്കൻഡ് സെഷൻ ഓഫ് ദി INC? നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രണ്ടാമത്തെ സെഷൻ അല്ലേ. അത് ഏത് വർഷമാണ്? രണ്ടാമത്തെ സെഷൻ വർഷം 1886 ആണ് അല്ലേ. 1886 കൽക്കട്ട സെഷൻ അല്ലേ. കാരണം ഫസ്റ്റ് സെഷൻ നമുക്കറിയാം 1885 ഏത് സെഷൻ? ബോംബെ സെഷൻ അല്ലേ, ആദ്യത്തെ സെഷൻ അല്ലേ. അതാരായിരുന്നു പ്രസിഡന്റ് ഫസ്റ്റ് സെഷൻ? WC ബാനർജി അല്ലേ, നമ്മുടെ ഫസ്റ്റ് പ്രസിഡന്റ് ആദ്യത്തത്. ഇതിപ്പോൾ രണ്ടാമത്തെ 86 ഏത് സെഷനാ? കൽക്കട്ടയാണ്. പ്രസിഡന്റ് നമ്മുടെ ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ ആരാ? ദാദാബായി നെഹ്റുജി. നമ്മുടെ ദാദാബായി നെഹ്റുജിയാണ് നമ്മുടെ 1886 കൽക്കട്ട സെഷന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് സെഷൻ 1886 കൽക്കട്ട ആരാണ്? ദാദാബായി നെഹ്റുജി. ഫസ്റ്റ് പ്രസിഡന്റ് ആരാ? അത് WC ബാനർജി, ആദ്യത്തെ പ്രസിഡന്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനോട് പോയാലോ. അടുത്ത ചോദ്യം, ഹു റോട്ട് ദി മൗര്യ പീരീഡ് ബുക്ക് അർത്ഥശാസ്ത്ര? യെസ്, നമുക്കറിയാം, നമ്മൾ നല്ല പരിചയമുള്ളതാണ് അല്ലേ. മൗര്യന്മാരുടെ അഡ്മിനിസ്ട്രേഷനെയും കാര്യങ്ങളെ പറ്റി പറയുന്ന ബുക്കാണ് അർത്ഥശാസ്ത്രം. ആരാ അർത്ഥശാസ്ത്രം എഴുതിയത്? കൗഡല്യ അല്ലേ. കൗഡല്യ അല്ലെങ്കിൽ നമ്മുടെ ചാണക്യ അല്ലേ. ചാണക്യന്റെ അർത്ഥശാസ്ത്രം അല്ലേ. സോ പക്ഷെ നമ്മുടെ ഓപ്ഷനിൽ അങ്ങനെ ഒരു പേരില്ലല്ലോ അല്ലേ. ചാണക്യൻ കൗഡല്യ എന്ന് പേരില്ല അല്ലേ. പക്ഷെ നമുക്കറിയാം ചാണക്യന്റെ യഥാർത്ഥ പേരെന്താ? വിഷ്ണുഗുപ്തൻ അല്ലേ. ചാണക്യന്റെ യഥാർത്ഥ പേര് നമുക്കറിയാം. ചാണക്യന്റെ യഥാർത്ഥ പേരെന്താടാ? വിഷ്ണുഗുപ്തൻ. സോ വിഷ്ണുഗുപ്തന്റെ അർത്ഥശാസ്ത്രം അല്ലെങ്കിൽ ചാണക്യന്റെ അല്ലെങ്കിൽ കൗഡല്യന്റെ അർത്ഥശാസ്ത്രം. ഓക്കെ, സോ ഈ ബുക്സ്, ഇങ്ങനത്തെ ഈ ടൈപ്പ് ഓഫ് ബുക്സുകൾ എക്സാമിന് എന്ത് ചെയ്യാറുണ്ട്? ധാരാളം ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. നിങ്ങൾ ബുക്സ് ആൻഡ് ഓതേഴ്സ്, നമുക്ക് അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാം കേട്ടോ. CGL റിലേറ്റ് ചെയ്ത് ബുക്സ് ആൻഡ് ഓതേഴ്സിന് കഴിഞ്ഞ ഒരു 5 വർഷം ചോദിച്ച ഹിസ്റ്ററി ബുക്കുകളും ചോദിക്കാൻ ചാൻസ് ഉള്ള ബുക്കുകളുടെയും ഞാനൊരു വീഡിയോ ചെയ്യുന്നതാണ്. നമുക്കത് ചെയ്യാം. ഓക്കെ, സോ ഈ സെറ്റിൽ നമ്മൾ നോക്കിയത് നമ്മുടെ 2023 CGL എക്സാമിന് ചോദിച്ച 10 ക്വസ്റ്റ്യനും അതുമായി ബന്ധപ്പെട്ടത് അല്ലേ. അപ്പം നമ്മൾ കണ്ടു അതിലെ പല ക്വസ്റ്റ്യൻസും 2024 ഓൾറെഡി ചോദിച്ചിട്ടുണ്ട്, നമ്മൾ കണ്ടു. അതേ ക്വസ്റ്റ്യൻസും അതേ ഭാഗങ്ങളിൽ നിന്നും ഉറപ്പായും ഈ വരുന്ന CGL എക്സാമിന് എന്ത് ചെയ്യും? ചോദിക്കുന്നതാണ്. ഏത് വർഷം? 2025 നമുക്ക് ചോദിക്കുന്നതാണ്. നമുക്ക് നോക്കാം. ഓക്കെ, സോ ഈ സീരീസ് നമുക്ക് ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നതാണ്. സോ നമുക്ക് അടുത്ത ഒരു സീരീസുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. ഓക്കെ, താങ്ക് യു.